നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിന്റെ വിജയം. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് MLA ആവണം, MP ആവണം. അത് കൈപിടിച്ച് കയറ്റവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാം. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം. എന്നിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞ് കൈയും കാലോട്ട് അടിക്കുക. ശ്രീനാരായണ സംസ്ഥാനമാണ് ശ്രീനാരായണ സ്മാരക പ്രസംഗ മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടി. വലിയൊരു സഹസ്ര എസ്എൻകോള ഞങ്ങളത്തിൽ എനിക്ക് സമ്മാനം തന്നുകൊണ്ട് ആശങ്കൾ സാർ പറഞ്ഞു, സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല സമ്മാനം തരാനും ഞാൻ തയ്യാറാണ്. സമ്മാനം ആ മഹത്തായ SN കോളേജ് SNDP സ്ഥാപിച്ചതാണ്. SN ട്രസ്റ്റിന്റെ വകയാണ്. SNDPയുടെ ഭാരവാഹി SN ട്രസ്റ്റ് ചെയർമാനുമായി ദീർഘകാല വരുന്ന ആശങ്കർ സാറാണ് സ്ഥാപിച്ചത്. അവിടെ വെച്ചാണ് എനിക്ക് രാഷ്ട്രീയ ബോധമൊക്കെ ശരിക്കുണ്ടായത്, ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ബാക്കി കാര്യം. അതാണ് എപ്പോഴും ഞാൻ ഓർക്കാണ്. SNDP പറ്റി ഓർക്കുമ്പോൾ SN ട്രസ്റ്റ് ഓർക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല. ആ മഹൽ സ്ഥാപനത്തെ നയിക്കുന്നത് ആർ ശങ്കരുടെയും പിന്നീട് MK രാമൻ സാറിൻ്റെയും ഒക്കെ പാത പിന്തുടർന്ന് നമ്മുടെ നാട്ടുകാരനും നമുക്കെല്ലാം ആദരണീയനുമായിട്ടുള്ള ബഹുമാനനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. അദ്ദേഹമാണ് എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം കോളേജിൽ പോയി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒന്നും എടുത്തില്ല, എന്താ കുഴപ്പം? നിങ്ങൾ ഡിഗ്രി എടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ്. കോമൺ സെൻസ് ആണ് രാഷ്ട്രീയത്തിന്റെ വിജയം. സാമൂഹ്യ പ്രവർത്തനത്തിലും ജീവിതത്തിലും കോമൺ സെൻസ് ഉള്ളവരെല്ലാം ജയിക്കും. കോമൺ സെൻസ് ഇല്ലാത്ത അത്യാഗ്രഹികളും അസൂയക്കാരും സന്ദർഭത്തിന് ചിന്തിക്കാൻ കഴിയാത്തവരും നിലവാരത്തിന് താഴെ നിൽക്കുന്നവർ വിജയിക്കത്തില്ല. അപ്പൊ നല്ല കോമൺ സെൻസ് ഉണ്ട്. എവിടെയാണ് തൊടേണ്ടത്, എവിടെയാണ് തൊടാൻ പാടില്ലത് അദ്ദേഹത്തിന് അറിയാം. ഇന്ന് വരെ അദ്ദേഹം അസംബ്ലി മത്സരിച്ചിട്ടില്ല, പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടില്ല, മന്ത്രിസഭകളിലൊന്നും കണ്ണുവെച്ചിട്ടില്ല. പക്ഷെ എല്ലാ മന്ത്രിമാരും അവിടെ ചെല്ലും, എല്ലാ MP മാരും MLA മാരും അവിടെ ചെല്ലും. ഗവർണർമാരെ ചെല്ലുമെന്ന് എനിക്കറിയില്ല, പരിചയമുള്ളവർ ചെല്ലുമായിരിക്കും. അത് ചിലത് പറയാൻ പറ്റില്ല. ആരി മുഹമ്മദാൻ അവിടെ ചെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ആരി മുഹമ്മദാൻ അവിടെ ചെന്ന ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീരമണ സാർ അവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ്, അതൊരു അസാമാന്യമായിട്ടുള്ള വ്യക്തിത്വമല്ലേ. ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് MLA ആവണം, MP ആവണം. അത് കൈപിടിച്ച് കയറ്റവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ അങ്ങ് വെട്ടിക്കളയാം. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം. എന്നിട്ട് കയറി ഇരുന്ന് കഴിഞ്ഞ് കൈയും കാലോട്ട് അടിക്കുക. ഇതല്ലേ ഇപ്പൊ കേരളത്തിൽ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സത്യം മനസ്സിലായി. വെള്ളാപ്പള്ളി സാറ് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത്രയും ചിരി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കൂടുതൽ കാര്യം കടക്കുന്നില്ല. അങ്ങനെ ശ്രീനാരായണ കോളേജാണ് എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രം. എൻ്റെ സാമൂഹ്യ ജീവിതത്തെ മാറ്റിമറിച്ചത്. പിന്നെ ലോ കോളേജൊക്കെ പോയി പഠിച്ചു, എല്ലായിടത്തും പഠിച്ചു. 20 വർഷക്കാലം സ്കൂളിലും കോളേജിലും വിദ്യാഭ്യാസത്തിന് പോയി. പക്ഷേ അതിൻ്റെ ഒന്നും ബലത്തിലല്ല. ഇവിടെ PS ശ്രീധരൻപിള്ളയ്ക്കും വെള്ളാപ്പള്ളി സാറിനും നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കുമുള്ളൊരു കോമൺ സെൻസ്. നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. നമ്മുടെ സാമ്പത്തികം എന്തോ ആവട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, കുടുംബം എന്തോ ആവട്ടെ, നമ്മുടെ കോമൺ സെൻസ്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, എതിർക്കേണ്ട കാര്യത്തിൽ ശക്തിയായിട്ട് ഇതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. പരസ്യമായി എതിർക്കുകയും രാത്രിയിൽ ഫോൺ വിളിച്ച് ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്ന് പറയുകയും ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി വർദ്ധിച്ചു വരികയാണ്. ആ പരിപാടി വർദ്ധിച്ചവരൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞു അദ്ദേഹത്തിന് വിജയം മാത്രമേ ഉണ്ടാവൂ. ആ മറ്റേ എന്താ കത്തിക്കുട്ടും കളി അവസാനിപ്പിച്ച ഏറ്റവും നന്നായി. അതിനൊരു സമ്മാനം പ്രത്യേകം കൊടുക്കണ്ട.